വാർത്തകളിലേക്ക് വിശദമായി. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് സർക്കാരിന് കോടതിയുടെ അന്ത്യശാസനം. ഇപ്പോൾ നമ്മൾ കാണുന്നത് തലസ്ഥാനത്ത് യൂത്ത് ലീഗ് മാർച്ചിലുണ്ടായ സംഘർഷവും മറ്റുമാണ്. അവിടെ വലിയ സംഘർഷമാണ് കഴിഞ്ഞ കുറെ നേരമായി ഉണ്ടായത്. പോലീസിനും കടകൾക്കും നേരെ കല്ലേറുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശുകയായിരുന്നു, കണ്ണീർ വാതകവും പ്രയോഗിച്ചു. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രതിഷേധമാണ് ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചത്. വി അരുൺ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഏറെ നേരമായി സംഘർഷം നിലനിൽക്കുന്നു. ഇപ്പോൾ വീണ്ടും പോലീസുമായി വാക്കുതർക്കം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? ഇപ്പോൾ കാര്യമായൊരു സംഘർഷ അന്തരീക്ഷം ഇവിടെയില്ല. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. കാരണം അരമണിക്കൂറിലേറെ വലിയ സംഘർഷാന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേതാക്കളെത്തി പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു വിടുകയാണ്. പോലീസിന് നേരെ പ്രവർത്തകരുടെ കല്ലേറുണ്ട്. ആദ്യം പ്രവർത്തകർ വന്നപ്പോൾ തന്നെ പോലീസുമായി ചെറിയ ഉന്തുതള്ളം ഉണ്ടായിരുന്നു. പിന്നീട് അത് നേതാക്കളുടെ പെട്ടവരെ പിന്തിരിപ്പിക്കുക. ശേഷം നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങിപ്പോയ ശേഷമാണ് വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. പോലീസ് നേരെ കല്ലേറുണ്ടായി. പോലീസ് തിരിച്ച് പലതവണ പല റൌണ്ട് ടിയർ ഗ്യാസ് ഷെല്ല് പ്രയോഗിച്ചു, ലാത്തി വീശി. വലിയ കല്ലേറ് രൂക്ഷമാവുന്നതിന് പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി. വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. നിരവധി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവരെ പോലീസ് സ്റ്റേഷനിലേക്കും ജീപ്പുകളിലേക്കും മാറ്റുന്നതിന് വീണ്ടും പോലീസുമായുള്ള ഒരു സംഘർഷവും ഉണ്ടാവുകയും ചെയ്തു. പോലീസിന് നേരെ അസഭ്യം പ്രവർത്തകർ വിളിച്ചു എന്നാരോപിച്ചാണ് വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. പിന്നീട് യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാക്കളടക്കമുള്ളവർ എത്തി പോലീസുമായി സംസാരിച്ചു. പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഇപ്പോൾ ഏറെക്കുറെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ ഭാഗത്ത് ഗതാഗത കുരുക്ക് മാറിയിട്ടില്ല. വലിയ രീതിയിലുള്ള യാത്രാ തടസ്സം കഴിഞ്ഞ കുറച്ച് സമയം ഇവിടെയുണ്ട്. സെക്രട്ടറിയുടെ പ്രധാന കവാടത്തിന് മുന്നിലും വലിയ പോലീസ് സന്നാഹം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഇനി കാര്യങ്ങൾ പോകാനുള്ള സാധ്യത കുറവെന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ ഉള്ളത് എജീസ് ഗേറ്റിന് അടുത്താണ്. അതുകൊണ്ട് തന്നെ മുൻവശത്തെ കാഴ്ചകളിലേക്ക് അല്പസമയത്തിനകം എത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയാണ് പരിക്കേറ്റ പ്രവർത്തകരെ പോലീസ് ജീപ്പിലും മറ്റ് സ്വകാര്യ വാഹനങ്ങളിലും ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെയും ഏറെ നേരം പോലീസുമായി ചെറിയ തർക്കങ്ങൾ പ്രവർത്തകർ ഉണ്ടാക്കിയിരുന്നു. അനാവശ്യമായി സമാധാനപരമായ മാർച്ച് നേരെ പോലീസ് അതിക്രമം അഴിച്ചുവിടുകയായിരുന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. എന്നാൽ ഈ മാർച്ചിൽ തുടക്കത്തിൽ തന്നെ കല്ലുകളും വടികളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി അല്ലെങ്കിൽ അത്തരം ഇതുമായി പ്രവർത്തകർ എത്തി എന്ന ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരം അഭിപ്രായം പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ആസൂത്രിതമായി പോലീസിനെ ആക്രമിക്കാൻ, സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം നടന്നു. അതുകൊണ്ടാണ് ഈ രീതിയിൽ കല്ലും വടിയും ഒക്കെ സംഭരിച്ച് ഇവിടേക്ക് വന്നതെന്ന അഭിപ്രായമാണ് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഏതായാലും വലിയ സംഘർഷം തന്നെ ഉണ്ടായി. വലിയ രീതിയിൽ കല്ലേറ് പോലീസിനെതിരെ ഉണ്ടായി. പോലീസും തിരിച്ച് ശക്തമായ നടപടി സമരക്കാർക്കെതിരെ എടുത്തു. അതിന്റെ ഭാഗമായാണ് ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോൾ നമുക്ക് ഈ സെക്രട്ടറിയുടെ നോർത്ത് ഗേറ്റ് സമരഗേറ്റിന്റെ മുൻവശമാണ്. ഇപ്പോഴും ഇവിടെ പോലീസ് വലിയ രീതിയിൽ തന്നെ നിൽക്കുന്നു. നേതാക്കളും യൂത്ത് ലീഗ് നേതാക്കളും ഉണ്ട്. പ്രവർത്തകർ വലിയ രീതിയിൽ ഇവിടെ ഇല്ലെങ്കിൽ പോലും പ്രവർത്തകരുടെ സാന്നിധ്യം ഇപ്പോഴും ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാം. ഇതിന്റെ പലതവണ പോലീസുമായുള്ള ഒരു സംഘർഷം, അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഈ സംഘർഷത്തിന്റെ ബാക്കി പത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാനാകും. ഒടിഞ്ഞ ലാത്തികളും അതുപോലെ തന്നെ പോലീസിനെ നേരെ ആക്രമിച്ചു എന്ന് പറയുന്ന കൊടികെട്ടിയ PVC ഭാഗവുമൊക്കെ ഇവിടെ തന്നെ കാണുന്ന വലിയ രൂക്ഷമായ കല്ലേർ നടന്നു. പലതവണ പോലീസ് ടിയർ ഗ്യാസ് ഷെല്ല് പ്രയോഗിച്ചു. അത്തരത്തിലുള്ള വലിയൊരു സംഘർഷം തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകൾ സെക്രട്ടറി മുന്നിൽ ഇത്തരം ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അരുൺ, ആ ദൃശ്യങ്ങളെല്ലാം പറയുന്നുണ്ട് അല്ലേ, സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടന്ന ഒരു പ്രതിഷേധമാണ്. പക്ഷേ അതിൽ മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കാൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമം നടന്നു എന്നതിന്റെ സൂചനകളാണോ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്? പോലീസിനെ എറിഞ്ഞ കല്ലുകൾ, ആക്രമണത്തിന് ഉപയോഗിച്ച വടികളൊക്കെയും ആ സ്ഥലത്ത് തന്നെ ഉള്ളത് അതിന്റെ സൂചനകളല്ലേ, തെളിവുകളല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു ആസൂത്രിത ശ്രമം ഉണ്ടായെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അത്തരത്തിലുള്ള വിവരങ്ങൾ. പക്ഷേ പ്രവർത്തകർ നേരെ സാധാരണ ഇത്തരമൊരു സമരം വരുമ്പോൾ ഒരു സംഘർഷം തുടക്കത്തിലുണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് പോലീസ് തെരഞ്ഞുപിടിച്ച് പ്രവർത്തകരെ തലക്കടിക്കുകയായിരുന്നു. തലയ്ക്ക് നേരെയാണ് കൂടുതൽ പ്രവർത്തകർക്കും ലാത്തിയടിയേറ്റത്. പ്രവർത്തകർ തലയ്ക്കാണ് പരിക്ക്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആസൂത്രിതമായൊരു അക്രമ നീക്കമുണ്ടായതായി പ്രവർത്തകരും പരാതിപ്പെടുന്നു. ഏതായാലും രേണുക ചോദിച്ചതുപോലെ ഈ ഒരു സംഘർഷത്തിന്റെ ബാക്കി പത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാം.
സമാധാനപരമായ ഒരു സമരം എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ കൊടികളും അതുപോലെ തന്നെ നിരവധി കല്ലുകളും കൊടികെട്ടിയ വടികളും നിരവധി കല്ലുകളും ഇപ്പോഴും ഇവിടെ ചിതറിക്കിടക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായും പോലീസിന് നേരെ ഉയർന്ന അക്രമത്തിന്റെ ഭാഗമായി തന്നെ കാണേണ്ടതുണ്ട്. തിരിച്ചു പോലീസുകാർ കല്ലെറിയുകയായിരുന്നു എന്നാണ് യൂത്ത് ലീഗിന്റെ നേതാക്കളടക്കം നേരത്തെ പറഞ്ഞത്. ഏതായാലും വലിയൊരു രീതിയിലുള്ള സംഘർഷം, അപ്രതീക്ഷിത സംഘർഷം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നു. യൂത്ത് ലീഗിന്റെ മാർച്ച് നേതാക്കൾ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ ശേഷമാണ് ഈ ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പോൾ ഏതായാലും തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ്. സംഘർഷ അന്തരീക്ഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം ഇവിടെ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ട്. നേതാക്കളും അവരെ പിന്തിരിപ്പിച്ച് തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയുള്ളത് പോലീസിന്റെ വലിയ സന്നാഹം മാത്രമാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിന് തലസ്ഥാനം കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം ഇത്തരത്തിൽ പോലീസും സമരക്കാരുമായുള്ള സംഘർഷത്തിന് കുറെ നാളുകൾക്ക് ശേഷം തലസ്ഥാനം സാക്ഷിയായി. സർക്കാരിന്റെ ജനവിരുദ്ധ തീർച്ചയായും അങ്ങനെ ഒരു ഇടവേള ഈ സമരത്തിന് ഇടവേളയ്ക്ക് ശേഷം ഉണ്ടാകുന്ന സമരമാണ്. മാത്രവുമല്ല അരുൺ, ഈ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളും അതിനും ഒരു ഇടവേള ഉണ്ടായിരുന്നു. അതിനുശേഷം നടക്കുന്ന സമരമാണ്. അത് വാർത്തകളിൽ ഇടം നേടുക, അങ്ങനെ ഒരു ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതുകൂടി ഉദ്ദേശിച്ചിരുന്നോ? അക്രമം ആസൂത്രിതമായിരുന്നു. കോൺക്രീറ്റ് കട്ടകൾ ഉൾപ്പെടെ ആ സംഭവ സ്ഥലത്ത് നമുക്ക് കാണാം. ആ രീതിയിൽ പോലീസിനെ പ്രകോപിപ്പിച്ച് ഒരു ലാത്തിയടിയിലേക്ക് കാര്യങ്ങൾ നീക്കി ആ രീതിയിൽ വാർത്താ പ്രാധാന്യം സൃഷ്ടിക്കുക എന്നത് ഉദ്ദേശിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എങ്ങനെയാണ് നേതാക്കൾ അവിടെ സംസാരിച്ചത്? ഇത് ഓൺ ചെയ്യുന്നുണ്ടോ? പ്രവർത്തകർ അക്രമം നടത്തി എന്ന് പോലീസ് പറയുന്നു. അതിന്റെ തെളിവുകൾ അവിടെയുണ്ട്. അവർ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്? നേതാക്കൾ ഉൾപ്പെടെ അവിടെ സംസാരിക്കുന്നു. ഫിറോസ് ഒക്കെ സംസാരിക്കുന്നത് കണ്ടല്ലോ. സാധാരണഗതിയിലുള്ള ഒരു സമരത്തിനപ്പുറത്തേക്ക് യാതൊരുതര ആസൂത്രിത നീക്കവും ഉണ്ടായില്ല എന്ന് തന്നെയാണ് യൂത്ത് ലീഗ് നേതാക്കൾ അവകാശപ്പെടുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. നമുക്കിവിടെ കാണാം, ഈ കുപ്പിയിലും മറ്റും മണ്ണ് നിറച്ച കുപ്പികളാണ്. ഇത്തരത്തിലുള്ളൊരു ആസൂത്രിത അക്രമ ശ്രമം നടന്നിട്ടുണ്ട്. സാധാരണ സമരങ്ങളിൽ കാണാറുള്ളത് തന്നെയാണ്. അത്ര സമാധാനപരമായിരുന്നില്ല എന്ന് പറയാൻ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അക്രമം പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായി എന്നതും വ്യക്തമാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ വശം ചർച്ച ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി മുസ്ലിം ലീഗ് CPM-നോട് അടുക്കുന്നു, സർക്കാരിനോട് അടുക്കുന്നു തരത്തിലുള്ള വിലയിരുത്തൽ കൊണ്ട് ലീഗ് നേതൃത്വം പരസ്യമായി തള്ളിപ്പറയുമ്പോഴും അത്തരം നീക്കങ്ങൾ നടക്കുന്നു. പല നയങ്ങളിലും പ്രതിപക്ഷത്തെ പൊതുനയത്തിന് വിരുദ്ധമായി ഭിന്നമായി മുസ്ലിം ലീഗ് നയങ്ങൾ സ്വീകരിക്കുന്നു, സർക്കാരുമായി അടുക്കുന്നു എന്ന തരത്തിലുള്ള വാദഗതികൾ ശക്തമാണ്. ആ സാഹചര്യത്തിൽ കൂടി യൂത്ത് ലീഗിന്റെ സമരത്തെ കാണണം. അത്തരത്തിലുള്ള അടുപ്പമല്ല, സർക്കാരിന്റെ നയങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം തന്നെയാണ് മുസ്ലിം ലീഗിനുള്ളത്, യൂത്ത് ലീഗിനുള്ളതെന്ന വരുത്തിത്തീർക്കുക എന്ന ലക്ഷ്യം കൂടി ഈ സമരത്തിനുണ്ടായിരുന്നു എന്ന് സ്വാഭാവികമായും പറയേണ്ടി വരും. ഏതായാലും പ്രതിപക്ഷത്ത് സർക്കാരിനെതിരെ സമരങ്ങളിൽ കോൺഗ്രസ് നിർജീവമാണ്, യൂത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ മറ്റ് സംഘടനകൾ നിർജീവമാണെന്ന ആക്ഷേപം ശക്തമായി ഉയരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് സർക്കാരിനെതിരെ രംഗത്ത് വരികയാണ്. സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായ തലസ്ഥാനത്ത് തന്നെ ഒരു ശക്തമായ സമരവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നു. അതിന്റെ തുടർ സമരങ്ങൾ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും സർക്കാരിനെതിരെ പ്രതിപക്ഷം സമരരംഗത്തേക്ക് വീണ്ടും വരുന്നു. അതിന്റെ തുടക്കമായി വേണമെങ്കിൽ ഇതിനെ കാണാം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് നേതൃത്വം അതിനൊരു തുടക്കം കുറിച്ചു എന്ന് വേണം ഇവിടെ കാണാൻ. അതിശക്തമായ ഒരു സമരമായിരുന്നു. പോലീസിനെതിരെ വലിയ കല്ലേറുണ്ടായി, പോലീസിനെതിരെ കുപ്പിയേറുണ്ടായി, പൊടികെട്ടാൻ ഉപയോഗിച്ച വടികളും മറ്റുമായി പോലീസിനെ ആക്രമിച്ചു. പോലീസും അതേ രീതിയിൽ തിരിച്ചടിച്ചു. പ്രവർത്തകർക്ക് നേരെ പല റൌണ്ട് ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിച്ചു. ലാത്തി വീശി കസ്റ്റഡിയെടുത്ത പ്രവർത്തകരെ പലരെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന ആരോപണം ഇപ്പോൾ സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനത്ത് വീണ്ടും സർക്കാർ പോലീസും അത് സമരക്കാരുമായുള്ള ഏറ്റുമുട്ടൽ, അതിനപ്പുറത്തേക്ക് സർക്കാരിനെതിരെ ഒരു സമര മാർഗം തുറന്നുകൊണ്ട് ലീഗ് മുസ്ലിം ലീഗിന് വേണ്ടി യൂത്ത് ലീഗ് രംഗത്ത് വന്നു എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. തീർച്ചയായും തലസ്ഥാനത്തിന് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ, പിൻവാതിൽ നിയമനം, അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് ഈ അടുത്ത കാലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിന് മുൻവശം വീണ്ടും യുദ്ധക്കളമായി മാറിയത് ഇന്നാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച് പോലീസിന് നേരെ വലിയ പ്രകോപനമുണ്ടായി. അവസാനം പോലീസ് ലാത്തി വീശുകയായിരുന്നു. അത് വലിയ സംഘർഷത്തിൽ കലാശിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. യൂത്ത് ലീഗ് നേതാവ് ഫിറോസിന്റെ പ്രതികരണം കാണാം. എന്താണ് അവിടെ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിലേക്ക്. സമരം
സമരം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്ര മനുഷ്യത്വരഹിതമായി അക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവണം. അത് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാവണം. വരും ദിവസങ്ങളിൽ കേരളമാകെ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഒത്തിരി ഉണ്ടാവും. സ്വാഭാവികമായും ഒരു സമരം ഉണ്ടാകുമ്പോൾ പോലീസ് ബാരിക്കേഡിനെ തള്ളുക, ഒരു സമ്മർദ്ദം ഉണ്ടാകുക, അതൊക്കെ സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്കുള്ള സമരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രവർത്തകനും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അതിനെ നിയന്ത്രിക്കുന്നതിന് പകരം ഞങ്ങൾ തന്നെ ആദ്യം തന്നെ ബാരിക്കേഡിന്റെ മുകളിലുള്ള പ്രവർത്തകരെ പോലീസ് തന്നെ കയറി ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത പ്രവർത്തകർ ആരും ഇവിടെ ഇല്ല. ഞങ്ങളത് പറഞ്ഞതാണ്. പലതവണ ആവർത്തിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം ലാത്തി കൊണ്ട് കുത്തിയും അതുപോലെ തന്നെ തലക്കടിച്ചുമൊക്കെ പ്രകോപനം ഉണ്ടാക്കുകയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ജനാധിപത്യ രീതിയിൽ സമരത്തെ പോലും അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് പിണറായിയുടെ പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് പല പ്രവർത്തകർക്കും തലക്ക് മാരകമായി പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. മനുഷ്യത്വമില്ലാത്ത സമീപനമാണ് സമരത്തോട് പോലീസ് സ്വീകരിച്ചതെന്ന് ഫിറോസ് പറയുന്നു. സമരം ശക്തമായി തുടരും. സംസ്ഥാനത്തുടനീളം സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ സമരം തുടരും എന്നാണ് പി കെ ഫിറോസ് പറയുന്നത്. സ്വാഭാവികമായും ഒരു സമരം മുഖത്തുണ്ടാകുന്ന തരത്തിൽ ബാരിക്കേഡ് തള്ളുന്നതും ഉൾപ്പെടെ ഒക്കെയുള്ള പ്രതിരോധങ്ങളും പ്രവർത്തനങ്ങളും മാത്രമേ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൂ എന്ന് പി കെ ഫിറോസ് പറയുന്നു. പക്ഷേ സമരത്തിന്റെ ബാക്കി ചിത്രം നമ്മൾ അവിടെ കാണുന്നതല്ല. കോൺക്രീറ്റ് ചീളുകൾ, ഒപ്പം മണ്ണ് നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ, കൊടികൾ കെട്ടിയ കമ്പുകൾ ഇവ ഉപയോഗിച്ച് പോലീസിന് നേരെ അക്രമം നടന്നു. പോലീസിനെ ഇതൊക്കെ എറിയുന്ന സാഹചര്യമുണ്ടായി. മാക്സിമം പ്രകോപിപ്പിക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിനൊടുവിൽ പോലീസ് ലാത്തി വീശി എന്നതാണ് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതും കാണാൻ കഴിഞ്ഞതും. ഇപ്പോൾ സമരപ്രവർത്തകർ പിരിഞ്ഞു പോയതിനു ശേഷം അവിടെ അവശേഷിക്കുന്നതും തെളിവുകൾ അതാണ്. പക്ഷേ അങ്ങനെയല്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും അതിക്രൂരമായി സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം ഉണ്ടായി എന്ന ആരോപണമാണ് ലീഗ് നേതാക്കൾ, യൂത്ത് ലീഗ് പ്രവർത്തകരും യൂത്ത് ലീഗ് നേതാക്കളും പറയുന്നത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് സർക്കാരിന് കോടതിയുടെ അന്ത്യശാസനം. നടപടികൾ പൂർത്തിയാക്കി ജില്ലാ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് 23-നകം നൽകണം എന്നാണ് കോടതി നിർദ്ദേശം. വിവരങ്ങളുമായി ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുകയാണ്. പ്രകാശ്, ഇതേ വിഷയത്തിൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോഴും കോടതിയുടെ ഭാഗത്തു നിന്ന് സർക്കാരിന് രൂക്ഷ വിമർശനം ഏൽക്കേണ്ടി വന്നിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥനെ കോടതിയിൽ വിളിപ്പിച്ചാണ് കാര്യങ്ങൾ ചോദിച്ചതും നടപടികൾ എടുക്കാൻ നിർദ്ദേശിച്ചതും. അതിനുശേഷവും ഇപ്പോൾ കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു, നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? രേണുക, PFIയുടെ മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് നിയാസും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സ്വമേധയെടുത്ത ഹർജിയാണ് ഇന്നും പരിഗണിച്ചത്. നേരത്തെ രേണുക സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടങ്ങളിൽ കഴിഞ്ഞ 2 തവണ പരിഗണിച്ചപ്പോഴും രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെയും വിമർശിച്ചിരുന്നു. കാരണം ഈ ഉത്തരവാദികളായ ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത, പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത PFI നേതാക്കൾക്കെതിരെ അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടി ആ നഷ്ടം ഈടാക്കണം എന്നായിരുന്നു കോടതി നിർദ്ദേശമുണ്ടായത്. നിയമവിരുദ്ധമായ ഹർത്താലുകൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. എന്നാൽ അത് പ്രാവർത്തികമാകാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ തവണ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറിയോട് ഹാജരാക്കാൻ പറയുകയും സെക്രട്ടറി കോടതിയിൽ നേരിട്ട് ഹാജരായി ക്ഷമാപണം നടത്തുകയും ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 15-നകം സ്വത്തുക്കൾ കണ്ടുകെട്ടണം എന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അലംഭാവം തുടരുന്ന സാഹചര്യത്തിലാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും അന്ത്യശാസനം നൽകുകയും ചെയ്തിട്ടുള്ളത്. 23-ാം തീയതി ജില്ലാ അടിസ്ഥാനത്തിൽ ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിക്ക് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട് ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകേണ്ടതുണ്ട്. എന്നാൽ ആ നോട്ടീസ് നൽകാതെ തന്നെ ജപ്തി നടപടി തുടരാമെന്നും ഈ കേസിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ജപ്തി നടപടികൾ വളരെ പെട്ടെന്ന് നിയമ തടസ്സമില്ലാതെ നടപടിക്രമങ്ങളുടെ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാൻ സർക്കാരിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കഴിയും. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് ഇന്നും NIA റെയ്ഡ്. ചാത്തിനാംകുളം സ്വദേശി നിസാറുദ്ദീന്റെ വീട്ടിലായിരുന്നു പരിശോധന. ഇയാൾ നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു. നിസാറുദ്ദീന്റെ ഡയറിയും ആധാർ കാർഡും NIA സംഘം പിടിച്ചെടുത്തു. മറ്റ് ചില രേഖകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് നിസാറുദ്ദീൻ വീട്ടിലുണ്ടായിരുന്നില്ല. പുലർച്ചെ 3-ന് ആരംഭിച്ച റെയ്ഡ് 6:30-ക്ക് അവസാനിച്ചു.
കിളികൊല്ലൂർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. റെയ്ഡിന് തൊട്ടു മുന്നെയാണ് കിളികൊല്ലൂർ പോലീസിനെ NIA വിവരം അറിയിച്ചത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി യൂണിറ്റാണ് റെയ്ഡ് നടത്തിയത്. ഇന്നലെ ചവറയിൽ നടത്തിയ റെയ്ഡിൽ മുക്കുത്തോട് സ്വദേശി മുഹമ്മദ് സാദിഖിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. കളമശ്ശേരിയിൽ പഴകിയ ഇറച്ചി വിറ്റ സ്ഥാപനങ്ങളുടെ പേര് പുറത്ത്. നഗരസഭാ സെക്രട്ടറിയെ LDF നേതൃത്വത്തിൽ ഉപരോധിച്ചതിന് പിന്നാലെയാണ് സ്ഥാപനങ്ങളുടെ പേര് പുറത്തുവിടാൻ അധികൃതർ തയ്യാറായത്. നഗരസഭാ സെക്രട്ടറിയുടെ സീൽ പതിച്ച ലിസ്റ്റ് DYFI പ്രവർത്തകരാണ് പുറത്തുവിട്ടത്. ഹോട്ടലുകൾക്കെതിരെ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും സംസ്ഥാനത്ത് ഇന്നും പഴകിയ ഭക്ഷണം പിടികൂടി. വടക്കൻ പറവൂരിലെ കുമ്പാരീസ് ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധയുണ്ടായ എറണാകുളം വടക്കൻ പറവൂരിലെ മജ്ലിസ് ഹോട്ടൽ ഉടമ ഒളിവിലാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 68 പേർക്കാണ് ഇതുവരെ ഭക്ഷ്യവിഷബാധയേറ്റത്. നഗരസഭയിലേക്ക് DYFIയും AYFും മാർച്ച് നടത്തി. MS അനീഷ് കുമാറുണ്ട് വിവരങ്ങളുമായി. അനീഷ്, തുടർച്ചയായ ദിവസങ്ങളിൽ പഴകിയ ഭക്ഷണം പലയിടത്തു നിന്നായി അവിടെ പിടിക്കുകയാണ്. മജ്ലിസ് ഹോട്ടലിന്റെ ഭക്ഷ്യവിഷബാധ അത് വലിയ വാർത്തയായി നിൽക്കുമ്പോൾ ഇന്ന് നടത്തിയ റെയ്ഡിൽ കുമ്പാരിസ് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചിരിക്കുന്നു. വലിയ പ്രതിഷേധവും ഉയരുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ജില്ലയുടെ 2 ഭാഗങ്ങളിൽ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗമായ കളമശ്ശേരിയിലും പറവൂരിലുമൊക്കെ ഭക്ഷ്യസുരക്ഷാ റെയ്ഡ് തുടരുന്നു. ഇന്നലെ 68 പേർക്കാണ് ഈ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇതേ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് ഇന്ന് പറവൂർ നഗരത്തിലെ തന്നെ കുമ്പാരിസ് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടിയത്. യുവജന സംഘടനകളുടെ അടക്കം നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും അവിടെ നടക്കുന്നു. ഒപ്പമാണ് കളമശ്ശേരി കളമശ്ശേരിയിൽ നിന്നും പിടികൂടിയ 500 കിലോ കോഴിയിറച്ചിയുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്നലെ പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് ഈ കളമശ്ശേരിയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കുറച്ച് റെസിപ്റ്റ് ബുക്കുകൾ കിട്ടിയിരുന്നു. ഈ സ്ഥാപനത്തിൽ നിന്നും എവിടങ്ങളിലേക്കൊക്കെയാണ് ഈ കോഴിയിറച്ചി കൊണ്ടുപോയതെന്ന് സംബന്ധിച്ചാണ് നഗരത്തിലെ പ്രമുഖമായ പലയിടങ്ങളിലും ഒബ്രോൺ മാൾ, ബെസ്റ്റ് ബേക്കറി, റോയൽ ബേക്കറി, അൽസലാം ഹോട്ടൽ, മലബാർ, ബിസ്മി ബേക്കറി, ഇഫ്താർ തുടങ്ങിയ പേരും പെരുമയുമുള്ള പല സ്ഥാപനങ്ങളിലേക്കും ഇവിടെ നിന്നും ഈ കോഴിയിറച്ചി കൊണ്ടുപോയതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ റെയ്ഡിന് ശേഷം ഈ പട്ടിക തയ്യാറാക്കിയെങ്കിലും ഔദ്യോഗികമായി നഗരസഭ ഇത് പുറത്തുവിടുന്നത് തടഞ്ഞിരിക്കുകയായിരുന്നു. പുറത്തുവിടേണ്ട എന്ന നിർദ്ദേശമാണ് നഗരസഭ നൽകിയത്. ഇതിനുശേഷമാണ് ഇന്ന് DYFI അടക്കമുള്ളവർ പ്രതിപക്ഷം അടക്കം ഇന്ന് സെക്രട്ടറിയുടെ മുന്നിൽ ഉപരോധമായി എത്തുകയും അല്പസമയം മുമ്പ് ഈ പട്ടിക ഔദ്യോഗികമായി കൈമാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കടകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുകയും ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കും എന്നൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പട്ടികയിൽ നിന്നും ചില സ്ഥാപനങ്ങളെ ഈ ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ കണ്ടെത്തിയ ചില സ്ഥാപനങ്ങളെ ഒഴിവാക്കിയതായും ആക്ഷേപം ഉയരുന്നുണ്ട്. എന്തായാലും വലിയൊരു രാഷ്ട്രീയ വിവാദമായും ഒപ്പം റെയ്ഡുകൾ വളരെ ശക്തമാക്കുന്നതിൻ്റെയും അനിവാര്യതയിലേക്കാണ് ഇക്കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. രേണുക, ശരി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഫെബ്രുവരി 1 മുതൽ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കും. പരിശോധിക്കാതെ ലൈസൻസ് നൽകിയാൽ ഡോക്ടറുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. ലക്ഷ്യം സേഫ് ഫുഡ് ഡെസ്റ്റിനേഷൻ ആക്കുക എന്നതാണ്. അതിന് തടസ്സമായി നിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. തൊഴിൽ, തദ്ദേശം, ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പഴുതടച്ച നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ഫെബ്രുവരി 1 മുതൽ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ ഒരു 10 ദിവസത്തെ ഒരു ഇടവേള, നമ്മൾ ഇന്ന് 18ആണ്, അപ്പോൾ അവരുമായിട്ട് ചർച്ച നടത്തിയ ഒരു 2 ആഴ്ച സമയം, അതൊരു ഫെബ്രുവരി 1 മുതൽ എല്ലാ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന, അതായത് ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടാകണം എന്നുള്ളത് വളരെ കർശനമായി തന്നെ നടപ്പിലാക്കും. അപ്പോൾ അതിൽ മറ്റൊരു വിഷയം കൂടി കണ്ടു. ഇപ്പോൾ ഒരു പരിശോധന നടത്തുന്നത് എളുപ്പമാക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് എഴുതി വാങ്ങിക്കുന്ന രീതി ഉണ്ട് എന്ന് ഈ ചർച്ചയിൽ തന്നെ അവർ പറഞ്ഞു. അങ്ങനെ വ്യാജമായി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് കാർഡ് ലഭ്യമാകുന്നതിന് വേണ്ടി ഏതെങ്കിലും ഡോക്ടറോ അങ്ങനെ കൊടുത്താൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിവാദ പ്രസംഗത്തിൽ സജി ചെറിയാന് ആശ്വാസം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി
നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശം. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുവി, CBI അന്വേഷിക്കണമെന്ന ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. വീണ്ടും അനുകൂലമായ ഒരു സമീപനം കോടതിയുടെ ഭാഗത്തു നിന്നും സജി ചെറിയാൻ ഉണ്ടാകുന്നു. എത്രമാത്രം ആശ്വാസകരമാകും മന്ത്രിയെ സംബന്ധിച്ചത്? രേണുക, മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ സജി ചെറിയാന് ആശ്വാസം പകരുന്നതാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് വന്ന ഉത്തരവ്. ഹൈക്കോടതി പറയുന്നത് ഈ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഈ ഹർജി അപക്വമാണ് എന്നാണ് ഹൈക്കോടതിയുടെ ഒരു വിലയിരുത്തൽ. ഒപ്പം തന്നെ ഈ ഹർജി തള്ളുകയും ചെയ്തു. ഏതായാലും ഈ ക്രൈംബ്രാഞ്ചിന്റെ ഒരു റഫർ റിപ്പോർട്ടുണ്ട്. ആ റഫർ റിപ്പോർട്ടിനെതിരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റഫർ റിപ്പോർട്ടിൽ മന്ത്രി കുറ്റക്കാരനല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ റഫർ റിപ്പോർട്ട്. ഈ റഫർ റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. മല്ലപ്പള്ളിയിൽ വെച്ചാണ് സജി ചെറിയാൻ ഈ വിവാദ പ്രസംഗം നടത്തുന്നത്. ഈ വിവാദ പ്രസംഗം തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി വരുന്നത്. ആ ഹർജിയെ തുടർന്ന് കേസ് നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയായിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ സജി ചെറിയാന് ആശ്വാസകരമായ ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. രേണുക, ശരി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ CPM കൌൺസിലർ ഷാനവാസിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ. പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ ഷാനവാസിന് ലഹരി കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. കരുനാഗപ്പള്ളി കേസിൽ പിടിയിലായ ഇജാസ് ഷാനവാസിന്റെ ബിനാമിയാണെന്ന് കണ്ടെത്തൽ. CPMന്റെ പിൻബലത്തിലാണ് സമ്പത്തുണ്ടാക്കുന്നതെന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ലഹരിക്കടത്ത് കേസ് CPMന് ദിവസങ്ങൾ കഴിയുന്തോറും കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഷാനവാസ് ഇടനിലക്കാരനായി വിഹിതം കൈപ്പറ്റുന്നതായി പറയുന്നു. ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്ന ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി ഷാരോണിനെ ആലപ്പുഴയിൽ താമസിപ്പിക്കുന്നു. ഷാരോണിന്റെ വീടിന്റെ വാടകയായ 15,000 രൂപ നൽകുന്നത് ഷാനവാസാണ്. കരുനാഗപ്പള്ളി ലഹരിക്കടത്തിൽ പിടിയിലായ ഇജാസ് ഷാനവാസിന്റെ ബിനാമിയാണെന്ന സുപ്രധാന കണ്ടെത്തലുമുണ്ട്. ഷാനവാസിന്റെ പിറന്നാൾ ആഘോഷം നടന്ന ഫുട്ബോൾ ടർഫും ടീ ഷോപ്പും നടത്തുന്നത് ഇജാസ് ഉൾപ്പെടെയുള്ള 8 പേർ ചേർന്നാണ്. ബിനാമികളെ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമുണ്ട്. ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ പിൻബലവും. ഇഡിക്ക് പരാതി നൽകിയത് പാർട്ടിയിലെ അസംതൃപ്തരാകാമെന്നും ശക്തമായ നടപടി വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ആഭ്യന്തര വകുപ്പിനും DGPക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ലഭിച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ പ്രതിരോധിക്കാനാവാതെ കുഴയുകയാണ് ആദ്യഘട്ടത്തിൽ ഷാനവാസിനെ പിന്തുണച്ച ജില്ലയിൽ നിന്നുള്ള മുതിർന്ന CPM നേതാക്കന്മാർ. ന്യൂസ് 18 ആലപ്പുഴ. ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ CPM കൌൺസിലർ A ഷാനവാസിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഷാനവാസിനെ മാറ്റാനാവില്ലെന്ന് ഭരണസമിതിയുടെ വിശദീകരണം. ലഹരിക്കെതിരെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചു വന്നിരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു കൗൺസിലർക്കെതിരെ ഇത്തരം ഒരു ആരോപണം നടന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും തെളിയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നഗരസഭ എന്നുള്ള നിലയിൽ നടപടി എടുത്തിരിക്കും. അതെ, ആധികാരികമായ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല, ഇതുവരെ ലഭിച്ചിട്ടില്ല. FIR ചുമത്തുകയോ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ചേർക്കുകയോ ചെയ്തിട്ടില്ല. അത്തരം ഒരു കൗൺസിലർക്കെതിരെ നമുക്ക് നിയമപരമായി നടപടിയെടുക്കാൻ സാധിക്കില്ല. അത്തരത്തിലൊരു ആരോപിതനാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ലഹരിക്കടത്ത് വിഷയത്തിൽ നഗരസഭാ കൌൺസിൽ പ്രമേയം പാസാക്കണമെന്നായിരുന്നു UDFന്റെ ആവശ്യം. ലഹരിക്കടത്ത് കൊട്ടേഷൻ മാഫിയുമായും CPIM നേതാവിന് ബന്ധമുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭയ്ക്ക് പുറത്തും പ്രതിഷേധം തുടർന്ന BJP കോൺഗ്രസ് കൌൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നത്തെ കൌൺസിൽ യോഗത്തിൽ ഷാനവാസ് പങ്കെടുത്തിരുന്നില്ല. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ കടുവയെ കണ്ടെന്ന് നാട്ടുകാർ. പുലർച്ചെ ടാപ്പിങ്ങിന് പോയവരാണ് കടുവയെ കണ്ടത്. കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും സ്ഥലത്തുണ്ട്. അശ്വിൻ വല്ലത്ത് വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, കടുവാപ്പേടി പെരുവണ്ണാമൂഴിയിലേക്കും എത്തുകയാണ്. എന്താണ് നാട്ടുകാർ പറയുന്നത്?
രേണുക, വയനാട് കടന്ന് പെരുവണ്ണാമൊഴിയിലേക്കും കടുവാപ്പേടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. രാവിലെ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് പെരുവണ്ണാമൊഴി ഭാഗത്ത് കടുവയെ കണ്ടു എന്ന് പറയുന്നത്. ആദ്യം മാനാണെന്ന് കരുതി, പക്ഷെ പിന്നീട് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് കടുവയാണ് എന്ന് കണ്ടത് എന്ന് ഇവർ പറയുന്നു. ഇക്കാര്യം ഇവർ തന്നെയാണ്, ഈ ടാപ്പിംഗ് തൊഴിലാളികൾ തന്നെയാണ് വനം വകുപ്പിനെ അറിയിക്കുന്നതും. ഇതിനെ തുടർന്ന്, ഈ വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. ഈ സ്ഥലത്ത് ചില കാൽപ്പാടുകളും കാണുന്നുണ്ട്. എന്നാൽ ഈ കാൽപ്പാടുകൾ കടുവയുടേതാണ് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും ഒക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, കടുവ പോയി എന്ന് പറയുന്ന മേഖലയിലേക്ക്, പെരുവണ്ണാമൊഴി അണക്കെട്ടിനോടൊക്കെ ചേർന്നുകൊണ്ടുള്ള സ്ഥലം വനമേഖലയാണ്, വയനാടുമായി അതിർത്തിയൊക്കെ പങ്കിടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് കടുവ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ ഇത് കടുവയാണ് എന്ന് ഉറപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു വർഷം മുൻപ് ഈ സമാനമായ രൂപത്തിൽ കടുവയെ കണ്ടു എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ ഈ പെരുവണ്ണാമൊഴി ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അന്ന് കൂട് സ്ഥാപിച്ച് അത്തരത്തിൽ കടുവയെ പിടിക്കാനൊക്കെയുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അന്നും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഈ മേഖലയിൽ, വനമേഖലയിലൊക്കെ തന്നെ വനം വകുപ്പിന്റെ പരിശോധനയും ജാഗ്രതയും ശക്തമാക്കിയിട്ടുണ്ട്. രേണുക. ശരി, അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ധോണിയിൽ ഇന്ന് പുലർച്ചെയും PT-7 ഇറങ്ങി നാശം വിതച്ചു. നെൽകൃഷി നശിപ്പിച്ച കാട്ടാന വീടിന്റെ ചുറ്റുമതിലും തകർത്തു. ഇതിനു പുറമെ അകത്തെ തറയിൽ കാട്ടാനക്കൂട്ടവും ഇറങ്ങി. ധോണി കുന്നത്തുകളത്തിലാണ് പുലർച്ചെ PT-7 ആദ്യമെത്തിയത്. പ്രദേശവാസിയായ ഗോപാലകൃഷ്ണന്റെ വീടിന്റെ ചുറ്റുമതിൽ തകർത്തു, നെൽകൃഷി നശിപ്പിച്ചു. ഞാൻ ഈ പുറത്തുനിന്ന് ശബ്ദം കേട്ടിട്ട് ബാക്കിൽ നോക്കുമ്പോൾ ഇങ്ങോട്ട് ഈ മതിലിനെ ഇടിച്ചിട്ട് താഴത്തു കൂടി ഇറങ്ങി വന്നു. താഴത്തു കൂടി ഇറങ്ങി പാടത്തേക്ക് ഇറങ്ങിപ്പോയി. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ആന കൊണ്ട് ഭയങ്കര ശല്യം തന്നെയാണ്. ഇന്നലെ രാത്രി ഉറക്കമില്ല ശരിക്കും പറഞ്ഞാൽ. ശിവേട്ടൻ നിലവിളിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ ആന അവിടെ പാടത്ത് പഞ്ചം നശിപ്പിക്കുന്നതാണ് കണ്ടത്. ഇന്നലെ വന്നത് PT-7 ഉറപ്പാണ്. അത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ലൈവായിട്ട് നമ്മൾ അടുത്തുനിന്ന് കണ്ടതാണ്. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ജനങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. വല്ല ഭീഷണിയിലാണ്. ഏതായാലും ഈ ഉടനെ പിടിക്കുന്നുള്ള ധാരണയിൽ ഇപ്പോൾ സർക്കാർ ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. പിടിക്കാൻ വൈകുന്നത് എന്താണെന്ന് അറിയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് കൊണ്ടാണോ ഇനി വേറെന്ന് അറിയില്ല. ഏതായാലും പിടിച്ചിരിക്കുന്നതാണോ അവർ ഉറപ്പ് തരുന്നത്. ഏതായാലും ജനങ്ങളെ കാത്തിരിക്കില്ല. പക്ഷേ ഏത് നിമിഷവും അപകടമായിട്ട് ഒരു സ്ഥിതിയാണ് ധോണി മേഖലയുള്ളത്. ധോണിയിൽ PT-7 ആണെങ്കിൽ അകത്തേത്തറയിൽ കാട്ടാനക്കൂട്ടമാണ് നാശം വിതച്ചത്. NSS എഞ്ചിനീയറിംഗ് കോളേജിന്റെ മതിൽ തകർന്നു, കൃഷിയും നശിപ്പിച്ചു. 22-നകം കാട്ടാനയെ പിടിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് നാട്ടുകാർ. 22-ാം തീയതി പിടിച്ചില്ലെങ്കിൽ 23 മുതൽ ജനകീയ സമിതിയിൽ സമരം, അനിശ്ചിതകാല സമരം ഉണ്ടാവും. അതല്ലെങ്കിൽ ഇത് ഒന്നിനും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. വേറെ ആനകൾ ഇറങ്ങുന്നുണ്ട്. അതിനെ റബ്ബർ ബുള്ളറ്റ് വെച്ചിട്ട് ഒന്നെങ്കിൽ അടിച്ചു ഓടിക്കാനുള്ള സംവിധാനം കാണണം. PT-7 പിടികൂടാൻ വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘം ഇന്നെത്തുമെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. വന്യമൃഗ ഭീതി ഒഴിയാതെ വയനാട്ടിലെ കർഷകർ. വയനാട്ടിൽ വീണ്ടും വന്യമൃഗം ആടിനെ കൊന്നു. ആടിനെ കൊന്നത് കടുവയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശത്താണ് ഇതുണ്ടായത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വനാതിർത്തികൾ കടന്ന് വന്യമൃഗങ്ങൾ എത്തുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ഇന്ന് പുലർച്ചെയാണ് മാനന്തവാടി കല്ലുമുട്ടംകുന്നിൽ വന്യമൃഗം ആടിനെ കൊന്നത്. പ്രദേശവാസിയായ ബിജുവിന്റെ 1 വയസ്സുള്ള ആടിനെയാണ് കൊന്നത്. ആക്രമിച്ചത് കടുവയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നേരത്തെ കടുവ സാന്നിധ്യം സംശയിക്കുന്ന പ്രദേശമാണ് ഇവിടം. ശേഷം ഞാൻ പശുവിനെ കറക്കാൻ വേണ്ടി എണീക്കാൻ വേണ്ടി ഉറക്കം തെളിഞ്ഞെടുക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞാൽ എണീറ്റ് പശു തെട്ടി കയറും. 4 മണിയായപ്പം ഞാൻ എണീറ്റാ. അങ്ങനെ സംഭവിക്കുന്നത്. കോഴി അരങ്ങോളം ഒച്ച കിട്ടും. നോക്കുമ്പോൾ ആണ് ചത്തെടുക്കും. വനപാലകരും പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വന്യമൃഗത്തിന്റേതെന്ന് സംശയിക്കുന്ന കാൽപ്പാട് പ്രദേശത്ത് കണ്ടെത്തി. പിലാക്കാവ് മണിയൻകുന്നിൽ കടുവയ്ക്കായി കൂടുവച്ചതിന് 2 കിലോമീറ്റർ മാത്രം മാറിയാണ് ആടിനെ ആക്രമിച്ചിരിക്കുന്നത്. പ്രദേശത്ത് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ന്യൂസ് 18 വയനാട്. മൂന്നാറിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന പടയപ്പ എന്ന കാട്ടാനയെ പ്രകോപിപ്പിക്കുന്നത് ടൂറിസത്തിന്റെ മറവില്ലെന്ന് വനംവകുപ്പ്. കഴിഞ്ഞ ദിവസം കടലാർ എസ്റ്റേറ്റിൽ പ്രകോപനം സൃഷ്ടിച്ച ജീപ്പ് ഡ്രൈവർക്കെതിരെ കേസെടുക്കും. വാഹനം കസ്റ്റഡിയിലെടുക്കാനും വനംവകുപ്പ് നിർദ്ദേശം നൽകി. മൂന്നാർ കടലാർ എസ്റ്റേറ്റിൽ പകൽ സമയത്ത് തേയിലച്ചെരുവിൽ നിൽക്കുകയായിരുന്ന പടയപ്പയ്ക്ക് നേരെ ജീപ്പ് ഡ്രൈവർ തുടർച്ചയായി ഹോൺ മുഴക്കിയിരുന്നു. ഇത്തരം നടപടികൾ ടൂറിസത്തിന്റെ മറവിലെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. പടയപ്പയെ കാണിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്ത റിസോർട്ടുകളും ടാക്സിക്കാരും സഞ്ചാരികളെ ആകർഷിക്കുന്നുവെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ.
ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് മൂന്നാർ DFO നിർദ്ദേശം നൽകി. വിനോദസഞ്ചാര വകുപ്പിനെയും വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. അനാവശ്യമായി ഹോൺ മുഴക്കിയ കടലാർ എസ്റ്റേറ്റ് സ്വദേശി ദാസിനെതിരെ കേസെടുക്കും. ഇയാൾ ഓടിച്ചിരുന്ന ടാക്സി വാഹനം കസ്റ്റഡിയിലെടുക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് 18 മൂന്നാർ. പാലായിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ബിന്ദു മനുവിനെ പരിഗണിച്ച് CPM. ചെത്തിമറ്റം വാർഡിൽ നിന്നുള്ള CPM സ്വതന്ത്രയാണ് ബിന്ദു. സിജി പ്രസാദിന് പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണയില്ല. വൈകിട്ട് ചേരുന്ന CPM പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചെയർമാൻ ആരെന്ന് പ്രഖ്യാപിക്കാനിരിക്കെ ബിനു പുളിക്കക്കണ്ടം കേരള കോൺഗ്രസ് കൌൺസിലർ ബൈജു കൊല്ലംപറമ്പിലിനെ തല്ലുന്ന പുതിയ വീഡിയോ പുറത്തുവന്നു. നഗരസഭാ ചെയർമാൻ കാര്യം CPMന് തീരുമാനിക്കാമെന്നും പാലായിലേത് പ്രാദേശികമായ കാര്യമാണെന്നും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പ്രതികരിച്ചു. കേരള കോൺഗ്രസുമായി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ധാരണകളും കൃത്യമായി പാലിക്കപ്പെടും. അതിൻ്റെ ഭാഗമാണ് ഈ സ്ഥാനങ്ങളെല്ലാം ഞങ്ങൾ രാജിവെച്ചത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് സമയത്ത് രാജിവെച്ചു. പാലാ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം കഴിഞ്ഞ ഡിസംബർ 22 കൃത്യമായി രാജിവെച്ചു. എവിടെയൊക്കെ എഗ്രിമെൻ്റ് ഉണ്ടോ അതെല്ലാം കൃത്യമായി പാലിക്കപ്പെടുമെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, യാതൊരു അർത്ഥവും അതിനില്ല. പാലാ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യം, പാലാ മുനിസിപ്പാലിറ്റി 2 വർഷം കേരള കോൺഗ്രസിൻ്റെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ഞങ്ങൾ രാജിവെച്ചു. അടുത്ത ധാരണ അനുസരിച്ച് CPM ആണ് ഇനി ആവേണ്ടത്. അതാരാണെന്ന് തീരുമാനിക്കേണ്ടത് CPM ആണ്. ഞങ്ങൾ അക്കാര്യത്തിൽ ഒരിക്കലും ഇടപെട്ടിട്ടുമില്ല, ഇടപെടാൻ പാടുമില്ലല്ലോ. നീണ്ടുപോയില്ലല്ലോ. CPM തീരുമാനമെടുത്താൽ മതി. CPM ആലോചിച്ച് അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചിരുന്നു. ഇനിയും അവർ തീരുമാനിക്കാൻ വേണ്ടി ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് CPM അക്കാര്യത്തിൽ തീരുമാനിച്ചാൽ കേരള കോൺഗ്രസിൻ്റെ 10 കൗൺസിലർമാരും 10 മെമ്പർമാരും വളരെ സ്ട്രോങ് ആയി അവരെ സപ്പോർട്ട് ചെയ്യും. ആ നിലയ്ക്ക് ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ തീരുമാനം ഉണ്ടാവും. CPM ബിനു പുളിക്കക്കണ്ടത്തിനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് അവർക്ക് തീരുമാനിക്കാം, അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ. CPM എന്ത് തീരുമാനിക്കുന്നത് കേരള കോൺഗ്രസ് അംഗീകരിക്കും. അത് പ്രാദേശിക ഒരു തീരുമാനം, അത് CPMന് ആണ് തീരുമാനിക്കുന്നത്. CPM തീരുമാനിക്കും. ബാക്കി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. CPM തീരുമാനത്തെ ഞാൻ പറഞ്ഞത് അത് പ്രാദേശിക കാര്യമാണ്. ജി ശ്രീജിത്തിന്റെ വാർത്തയുടെ വിവരങ്ങളുമായി. ശ്രീജിത്ത്, സിജി പ്രസാദിന് പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണയില്ലാത്ത സാഹചര്യത്തിൽ ബിന്ദു മനുവിനുള്ള സാധ്യതയേറുകയാണ്. തീർച്ചയായും അങ്ങനെ CPM പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ചെത്തിമറ്റം വാർഡ്, അതായത് നഗരസഭ 11ാം വാർഡാണ് ചെത്തിമറ്റം. അവിടെ 4 വോട്ടിനാണ് ഈ ബിന്ദു മനു വിജയിച്ചത്. ബിന്ദുവിനെ പരിഗണിക്കണം എന്നുള്ളതാണ്. അതായത് ബിനു പുളിക്കകണ്ടത്തിന്റെ സാധ്യത പേര് ഏതാണ്ട് അവസാനിക്കുന്നു. അതിന് പകരം സിജി പ്രസാദിന്റെ പേര് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നുവെങ്കിലും CPM പ്രാദേശിക നേതൃത്വത്തിന് തന്നെ പല എതിർപ്പുകളും ഉണ്ടായിരുന്നു. പരാതികൾ പലതും സിജി പ്രസാദിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടെയാണ് പുതിയ പേരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ബിന്ദു മനുവിന്റെ പേര് ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരം പാർലമെന്ററി പാർട്ടി യോഗം ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഒരുപക്ഷെ അക്കാര്യത്തിലും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു. എന്തെങ്കിലും തരത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നാളെ രാവിലത്തേക്ക് യോഗം മാറ്റണോ എന്ന ആലോചനകൾ പോലും നടക്കുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ ബിനു പുളിക്കക്കണ്ടം ബൈജു കൊല്ലംപറമ്പിലിനെ തല്ലുന്ന വീഡിയോ 2020 ആ വീഡിയോയിൽ ബിനു തല്ലുന്ന പുതിയൊരു വീഡിയോ പുറത്ത് വിട്ടുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ബിനുവിന്റെ എല്ലാ സാധ്യതയും ബിനു പുളിക്കകണ്ടത്തിന്റെ എല്ലാ സാധ്യതയും അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തിയത്. പുറമെ ജോസ് കെ മാണിയും സ്റ്റീഫൻ ജോർജും ഒക്കെ CPM തീരുമാനിക്കുന്ന ആരെയും അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ പിന്നിൽ കൂടി അവർ സംസ്ഥാന നേതൃത്വത്തിന്റെ തന്നെ ഉറപ്പ് വാങ്ങിയെടുത്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാരണവശാലും ബിനു പുളിക്കകണ്ടത്തെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് കൂടിയാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. ഏതാണ്ട് കേരള കോൺഗ്രസ് എമ്മിന് CPM വഴങ്ങുന്നു എന്നുകൂടിയാണ് പാലയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗർഭസ്ഥ ശിശു മരണം. ഹരിപ്പാട് സ്വദേശികളായ ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കുടുംബം അറിയിച്ചു. ആശുപത്രിക്ക് വീഴ്ചയില്ലെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം.
ഈ മാസം 13-നാണ് ഹരിപ്പാട് കാർത്തികപ്പള്ളി സ്വദേശിയായ സജിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ട് കുട്ടിയുടെ ഹൃദയമിടിപ്പിൽ വ്യത്യാസം കണ്ടതോടെ രാത്രി അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സ്കാൻ ചെയ്തെന്ന് പറയുന്നു. സ്കാൻ ചെയ്തിട്ട് അകത്ത് വന്നിട്ട് ഇത് നേരം സിസേറിയൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ബ്രെഡ് റസ്കും ചായയും കുടിച്ചുകൊണ്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് സിസേറിയൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരു 8-8:30 ആയപ്പം ഞങ്ങൾ എടുക്കാമെന്ന് പറയുന്നത് കുട്ടികൾ മരിച്ചു പോയെന്നാണ് പറയുന്നത്. 2 കുട്ടികൾക്കും കൂടി ഒരു പൊക്കിൾക്കൊടി മാത്രം വരുന്ന സങ്കീർണമായ സാഹചര്യമാണ് ശിശുമരണത്തിന് കാരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സിസേറിയനിലൂടെ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തപ്പോൾ ഇവർക്ക് ഒരു പൊക്കിൾക്കൊടിയാണ് ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞ് റെഡ് കളറിലും ഒരു കുഞ്ഞ് വളരെ പെയിലുമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ മെഡിക്കൽ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് ഇത് അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ്. വീഴ്ചയില്ലെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. രാവിലത്തെ റിപ്പോർട്ടിലെല്ലാം കുഴപ്പമില്ല. ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ട് വാങ്ങുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വീഴ്ചയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. വിഷയം ഈ രോഗിയുടെ ഗർഭിണിയുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയും അവരുടെ സമ്മതപ്രകാരം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് വെച്ചിട്ടുണ്ട്. 1 മാസം മുമ്പ് പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും. ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികളാണ് ഇന്ന് പ്രഖ്യാപിക്കുക. 2:30-ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താസമ്മേളനം. മനു ഭരത്തുണ്ട് വിവരങ്ങളുമായി. മനു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. എപ്പോഴേക്കാണ് തീയതികൾ പ്രഖ്യാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഫെബ്രുവരി 15 മുൻപ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ ഉണ്ടാകും എന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം ഈ ഫെബ്രുവരി 15 ശേഷം CBSE പരീക്ഷകൾ ഉണ്ടാകും. അപ്പോൾ പരീക്ഷകൾക്ക് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത് ഈ മാർച്ചിൽ ആണ്. നാഗാലാൻഡിൻ്റേത് മാർച്ച് 12-നും മേഘാലയയുടേത് 15-നും ത്രിപുരയുടേത് 22-നുമാണ് അവസാനിക്കുന്നത്. അത് അവസാനിക്കുന്ന മുറയ്ക്ക് തന്നെ പുതിയ സർക്കാരുകൾക്ക് അധികാരം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഫെബ്രുവരി 15-നുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പൊതുവെയുള്ളൊരു പ്രതീക്ഷ. ഏതായാലും കോൺഗ്രസിനെയും BJPയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. തെലങ്കാനയിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അണിനിരത്തി ശക്തി പ്രകടനത്തിന് മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവു. ഭാരത് രാഷ്ട്രസമിതി പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ റാലി ഖമ്മം ജില്ലയിലാണ് നടക്കുന്നത്. BJP, കോൺഗ്രസ് ഇതര പാർട്ടികളെയും പ്രാദേശിക പാർട്ടികളെയും ഒപ്പം നിർത്തി ദേശീയ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുകയാണ് KCRന്റെ ലക്ഷ്യം. ഖമ്മത്തിൽ നടക്കുന്ന മഹാറാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ തുടങ്ങിയവർ പങ്കെടുക്കും. CPI ദേശീയ അധ്യക്ഷൻ D. രാജ, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തുടങ്ങിയ നേതാക്കളും റാലിക്കെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തെലങ്കാന സന്ദർശിക്കാനിരിക്കെയാണ് KCR ശക്തി പ്രകടനത്തിന് ഒരുങ്ങുന്നത്. ഒരിടവേള കൂടി. പാലായിൽ പെൺകുട്ടിയെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. അപകടശേഷം കാർ നിർത്താതെ പോയി. പരാതി നൽകിയിട്ടും വാഹനം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വളരെ തിരക്ക് കുറഞ്ഞ റോഡാണ്. അല്പമെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്ന അപകടമാണ്. പക്ഷേ ആ അപകടം ഉണ്ടായതിനു ശേഷവും കാർ നിർത്താതെ പോയിരിക്കുന്നു. ഇത് എന്ന് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? എന്താണ് ഈ കുട്ടിയുടെ കുടുംബമോ ഈ പരാതി ഉന്നയിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ?
ഇന്നലെ ഉച്ചയ്ക്കാണ് രേണുക ഈ സംഭവം ഉണ്ടായത്. ഇതിൽ രേണുക ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നേരെ നോക്കി വണ്ടി ഓടിക്കാത്ത ആരോ ആണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നത് നിസ്സംശയം പറയാം. കാരണം ആ കാർ അത്രയും വേഗതയിൽ പോലും അല്ല വരുന്നത്. ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. എന്നിട്ടും ആ കുട്ടി പതുക്കെ നടന്നു പോകുന്ന കുട്ടിയെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. അവിടെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി എത്തിയതായിരുന്നു ഈ കുട്ടി. പക്ഷേ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അപകടം ഉണ്ടായ ശേഷവും ഈ CCTV ഒക്കെ പുറത്തു വന്ന ശേഷവും ഇതിനെതിരെ പോലീസ് നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പാലാ പോലീസ് ആദ്യം പരാതി ലഭിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇതിൽ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് ശ്രീജിത്ത്? ഈ കൈക്ക് പൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതായത് കടുത്തുരുത്തി ആയാങ്കുടി സ്വദേശിയായ സ്നേഹ ഓമനക്കുട്ടനാണ് ഈ പരിക്ക് പറ്റിയത്. കൈക്ക് പൊട്ടലുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വളരെ വേഗത്തിലുള്ള ഇടിയൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. നടുവിനും മറ്റും നിലത്തിടിച്ചുള്ള പരിക്കും മറ്റുമുണ്ട്. കൈക്കാണ് പൊട്ടലേറ്റത്. പക്ഷെ അതിനൊക്കെ ഗൗരവമായിട്ടുള്ളത് ഇത്തരം ഒരു സംഭവം പാലാ നഗരത്തിൽ ഉണ്ടായ ശേഷവും ഈ കാർ എവിടെ എന്ന് കണ്ടെത്താൻ, കാർ ആരുടെ കാർ എന്ന് കണ്ടെത്താൻ ഇതുവരെ പാലാ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും തീർച്ചയായും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വാഹനത്തിന് വേഗം കുറവായിരുന്നത് കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവാകുന്നത്. അപ്പോൾ പോലും ആ കുട്ടി ഉയർന്ന് താഴേക്ക് വീഴുകയാണ്. തലയും മറ്റു ഭാഗങ്ങളും ഒക്കെ ഇടിച്ചിട്ടുണ്ടാകാം. അതിന്റെ ആഘാതം എത്രമാത്രമെന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. കൈ മാത്രമല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അത്രയും സീരിയസ്നെസ് മതി എന്നൊരു ചിന്ത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? അതോ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുടെ വാഹനം എന്നതായിരിക്കുമോ? എന്തായിരിക്കും പോലീസിനെ നടപടിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന കാര്യം? രേണുക, രണ്ടിനും സാധ്യതയുണ്ട്. അത് ഈ വാഹനം ആരുടേത് എന്ന് കണ്ടെത്തിയ ശേഷം മാത്രമേ അക്കാര്യത്തിൽ നമുക്കൊരു അന്തിമമായ വ്യക്തത കൈവരിക്കാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഏതെങ്കിലും ഉന്നത സ്വാധീനമുള്ള ആളുടെയോ രാഷ്ട്രീയക്കാരുടെയോ അങ്ങനെ ആരുടെയെങ്കിലും സ്വാധീനിക്കുന്ന ആരുടെയെങ്കിലും ആണോ എന്നുള്ളത് തീർച്ചയായും പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഒന്നുറപ്പാണ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു പ്രശ്നം ഉണ്ടായ ശേഷം ഇതുവരെ ആ വാഹനം എവിടെയെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി അവിടെ നിൽക്കുകയാണ്. തൊട്ടടുത്തുള്ള CCTV ഉള്ള പാലാ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ബൈപ്പാസ് തുടങ്ങുന്ന മരിയൻ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും ഇടതുഭാഗം ചേർന്ന് ആ വാഹനം പോവുകയായിരുന്നെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിരുന്നു. ആ കുട്ടി സ്വപ്നത്തിൽ പോലും ഈ വാഹനം തന്നെ ഇടിക്കും എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സാവധാനം അത് ആ റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ്. പക്ഷേ അപകടം ഉണ്ടായതിനു ശേഷവും വണ്ടി നിർത്താനോ ആ കുട്ടിയെ സഹായിക്കാനോ പോലും തയ്യാറായില്ല. അത്ര പോലും മനുഷ്യത്വം കാട്ടിയില്ല എന്നതാണ് വളരെ ഗൗരവമായ കാര്യം. പോലീസും അതിൽ നടപടിയെടുക്കുന്നതിൽ വൈകിപ്പിക്കുന്നു എന്നതും ആക്ഷേപമാണ്. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.